നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏഷ്യൻ ക്രിക്കറ്റിലെ ജേതാക്കളെ കണ്ടെത്താനുള്ള ഏഷ്യാ കപ്പിന് അടുത്ത ചൊവ്വാഴ്ച തുടക്കമാവുകയാണ്. 8 ടീമുകളും അവരുടെ സ്ക്വാഡുകൾ പ്രഖ്യാപിച്ചതോടെ ടൂർണമെന്റിനെക്കുറിച്ചുള്ള ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ചില ടീമുകൾ കടലാസിൽ വളരെ ശക്തരായാണ് കാണപ്പെടുന്നതെങ്കിൽ ചിലർ ദുർബലരുമാണ്. ഓരോ ടീമുകളെയും എടുത്താൽ ചില പ്രധാനപ്പെട്ട കളിക്കാരെ പലരും തഴഞ്ഞതായി കാണാം. ഈ തരത്തിൽ 8 ടീമുകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ട മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തി ഒരു സംയുക്ത 11 തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ആർക്കെല്ലാമായിരിക്കും ഇടം ലഭിക്കുകയെന്ന് നമുക്ക് പരിശോധിക്കാം. സംയുക്ത ഏഷ്യാ കപ്പ് 11ന്റെ ഓപ്പണിംഗ് ജോഡികൾ പാകിസ്ഥാന്റെ മുൻ ക്യാപ്റ്റനും സൂപ്പർ താരവുമായ ബാബർ അസവും ഇന്ത്യയുടെ യുവ അഗ്രസീവ് ഓപ്പണർ യശസ്വി ജയ്സ്വാളുമാണ്. ദയനീയ സ്ട്രൈക്ക് റേറ്റും മോശം ഫോമും കാരണമാണ് ബാബർ അവഗണിക്കപ്പെട്ടതെങ്കിൽ ജയ്സ്വാളിന് ഇടമില്ലാതെ പോയത് ടീമിലെ സ്ഥാനത്തിനു വേണ്ടിയുള്ള ശക്തമായ മത്സരം കാരണമാണ്. സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ശുഭ്മൻ ഗിൽ എന്നീ 3 പേർ ഇപ്പോൾ തന്നെ ഓപ്പണർമാരായി ടീമിലുണ്ട്. വീണ്ടും ഒരാളെ കൂടി ഓപ്പണിംഗിൽ ആവശ്യമില്ലാത്തതിനാൽ ജയ്സ്വാളിനെ പരിഗണിച്ചില്ല. ബാക്കപ്പ് താരങ്ങളുടെ ലിസ്റ്റിലാണ് ഇപ്പോൾ അദ്ദേഹമുള്ളത്. മധ്യനിരയിലേക്ക് വന്നാൽ 3ാം നമ്പറിൽ ഇന്ത്യൻ സ്റ്റാർ ബാറ്റർ ശ്രേയസ് അയ്യരാണ്. ഈ 11 നയിക്കുന്നതും അദ്ദേഹമാണ്. ടീമിലെ ശക്തമായ മത്സരം കാരണം തഴയപ്പെട്ട മറ്റൊരാളാണ് ശ്രേയസ്. കഴിഞ്ഞ IPL-ൽ പഞ്ചാബ് കിങ്സിനായി 175 സ്ട്രൈക്ക് റേറ്റിൽ 604 റൺസ് അദ്ദേഹം സ്കോർ ചെയ്തിരുന്നു. ക്യാപ്റ്റൻസിയിലും തിളങ്ങിയ ശ്രേയസ് ടീമിനെ ഫൈനലിലും എത്തിച്ചു. പക്ഷേ മധ്യനിരയിൽ ഇന്ത്യയ്ക്ക് ഒരുപാട് ഓപ്ഷനുകൾ ഉള്ളതിനാൽ അദ്ദേഹത്തെ കൂടി ഉൾക്കൊള്ളിക്കുക അസാധ്യമായി മാറി. ശ്രേയസ് കഴിഞ്ഞാൽ പാകിസ്ഥാൻ താരങ്ങളായ മുഹമ്മദ് റിസ്വാൻ, കമ്രാൻ ഗുലാം, ശ്രീലങ്കയുടെ ആഞ്ചലോ മാത്യൂസ് എന്നിവരാണ് 4 മുതൽ 6 വരെ സ്ഥാനങ്ങളിൽ. മുൻ നായകൻ കൂടിയായ റിസ്വാന്റെ സ്ട്രൈക്ക് റേറ്റ് സമീപകാലത്ത് 125ലേക്ക് വീണിരുന്നു. അദ്ദേഹം ടീമിൽ നിന്നും പുറത്താവാനുള്ള പ്രധാന കാരണവും ഇതുതന്നെയാണ്. എന്നാൽ ഈ സീസണിലെ PSL-ൽ 150-നടുത്ത് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്തിട്ടും ഗുലാമിന് ഏഷ്യാ കപ്പിൽ ഇടം ലഭിച്ചില്ല. ഓൾറൗണ്ടർമാർക്ക് പ്രാധാന്യം നൽകിയുള്ള ഒരു ടീമിനെയാണ് അവർ ടൂർണമെന്റിനായി പരിഗണിച്ചത്. വെറ്ററൻ ഓൾറൗണ്ടർ മാത്യൂസിനെ പരിഗണിക്കാതെ ശ്രീലങ്ക പകരം യുവതാരങ്ങൾക്കാണ് ഏഷ്യാ കപ്പിൽ പ്രാധാന്യം നൽകിയത്. 2 സ്പിൻ ബൌളിംഗ് ഓപ്ഷനുകളായി ടീമിലുള്ളത് ബംഗ്ലാദേശിന്റെ മെഹ്ദി ഹസൻ മിറാസും ഇന്ത്യയുടെ വാഷിംഗ്ടൺ സുന്ദറുമാണ്. ബംഗ്ലാദേശിന്റെ ഭാവി സൂപ്പർ താരങ്ങളിൽ ഒരാളായ മിറാസ് തികച്ചും അപ്രതീക്ഷിതമായാണ് തഴയപ്പെട്ടത്. സമീപകാലത്തെ മോശം ഫോമും സ്ട്രൈക്ക് റേറ്റിലെ 116 ഇടിവും അദ്ദേഹത്തിന് വിനയായി മാറി. ബൌളിംഗിലെ മോശം പ്രകടനങ്ങളും മിറാസിന് തിരിച്ചടിയായി. എന്നാൽ സ്പിൻ ബൌളിംഗിലേക്ക് വേറെയും ഓപ്ഷനുകളുള്ളതുകൊണ്ടാണ് വാഷിംഗ്ടണിന് ഇന്ത്യൻ ടീമിൽ സ്ഥാനം ലഭിക്കാതെ പോയത്. ഇന്ത്യയുടെ മുഹമ്മദ് സിറാജ്, പാകിസ്ഥാന്റെ നസീം ഷാ, ബംഗ്ലാദേശിന്റെ നാഹിദ് റാണ എന്നിവരാണ് 11-ലെ 3 പേസർമാർ. കഴിഞ്ഞ IPL-ൽ 16 വിക്കറ്റ് എടുക്കാൻ സിറാജിനായെങ്കിലും 10-നടുത്ത് ഇക്കോണമി റേറ്റിലാണ്. ഇതോടെ അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കപ്പെട്ടില്ല. നസീമിന്റെ വില്ലനും മോശം ഇക്കോണമി റേറ്റാണ്. സമീപകാലത്ത് കളിച്ച മത്സരങ്ങളിൽ അദ്ദേഹം റൺസും വാരിക്കോരി നൽകി. മാത്രമല്ല 30 T20കളിലായി പാക് ടീമിനു വേണ്ടി 25 വിക്കറ്റുകൾ മാത്രമേ നസീം വീഴ്ത്തിയിട്ടുള്ളൂ. റാണയെ പക്ഷേ ടെസ്റ്റിൽ വളർത്തിയെടുക്കാനാണ് ബംഗ്ലാദേശിന്റെ ശ്രമം. ഒരേയൊരു T20യിൽ മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ.